വേടനെതിരെ ഒരു ബലാത്സംഗ കേസാണ് വന്നിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. പരാതിയിൽ ഇപ്പോൾ കേസെടുത്തു എന്നാണ് വിവരം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം. അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ മന്ദിരവുമാണ് ഏക ആശ്വാസമെന്ന്. അത് വേറൊരു ആശ്വാസം. എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു. സ്വന്തം അച്ഛനോടൊക്കെ തോന്നുന്ന ഒരു തരം സ്നേഹം. സാറിനെ കാണാൻ വേണ്ടി എന്റെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളുന്നു. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ വന്നോട്ടെ. പിന്നെന്താ, മക്കളില്ലാത്ത എനിക്ക് ഇതും ഒരു ആശ്വാസമായിരിക്കും. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നു. യുവ ഡോക്ടറായ യുവതി നൽകിയ പരാതിയിലാണ് കേസ്. 2023 തന്നെ വിവാഹ വാഗ്ദാനം നൽകി കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് അവരുടെ പരാതി. സത്യം പറയണ, നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒഴിവാക്കിയെന്ന പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യുവതിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് റാപ്പർ വേടനെതിരെ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. നാട്ടിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിൽ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പുലിപ്പല്ല് കെട്ടിയ മാല ഉപയോഗിച്ചു എന്ന് പറഞ്ഞ വനംവകുപ്പ് വേടനെ കസ്റ്റഡിയിലെടുക്കുകയും ഒരു ദിവസത്തോളം അറസ്റ്റ് ചെയ്ത ശേഷം 1 ദിവസത്തോളം കസ്റ്റഡിയിൽ വെക്കുകയൊക്കെ ചെയ്തത്. അതിന്റെ എല്ലാം ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വേടൻ വീണ്ടും സംഗീത വിഷയങ്ങളുമായി സജീവമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വലിയൊരു പിന്തുണ വേടന ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ അതിന്റെ എല്ലാം ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വേടൻ വീണ്ടും സംഗീത വിഷയങ്ങളുമായി സജീവമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വലിയൊരു പിന്തുണ വേടന ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി. ലൈവ് പരിപാടി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ബലാത്സംഗ കേസിൽ വേടൻ കുടുങ്ങിയിരിക്കുന്നത്. നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? പോക്കിത്തരം കാണിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കുക. ആ പണ്ടാരക്കാരനെ കിട്ടി അവന്റെ കയ്യിൽ ഞാൻ തല്ലുപിടിക്കും. പിന്നെ അവൻ ജീവിതത്തെ ആരും ഉമ്മ വെക്കില്ല. ഞാൻ സമ്മതിക്കില്ല. 2023 തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ വേടനെതിരെ ബലാത്സംഗ കേസ് തൃക്കാക്കര പോലീസ് ചുമത്തിയിരിക്കുന്നത്. വേടനെതിരെ മുൻപും സമാനമായ രീതിയിൽ മീറ്റു ആരോപണങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നതാണ്. പിന്നെ പട്ടാപ്പകളുടെ സ്ത്രീയെ കയറിപ്പിടിച്ചു കൊടുത്തേ ഞാൻ പുണ്യ വെച്ചാൽ വിളിക്കണോ? പക്ഷേ അതെല്ലാം വേടനെന്ന മാപ്പ് പറയുകയും തന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട പിന്നീട് ആളുകൾക്കിടയിൽ വളരെ സ്വീകാര്യനായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ അങ്ങനെയല്ല. വേടന് ഇതുപോലുള്ള ഈ വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കുന്ന പോലുള്ള പരിപാടികളുണ്ട് എന്നാണ് ഈ പരാതിയിൽ ഈ യുവ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ പട്ടികവർഗ ആദിവാസി കോളനികളിലുള്ള പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെയുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ അത്ര സംവിധാനം ഉണ്ടാവില്ല. അതിനെപ്പോലെ പഠിക്കാൻ ഉണ്ടാവില്ല. നമ്മുടെ കാര്യം കാരണം നമ്മുടെ DNA-യില്ല. കുതന്ത്രമന്ത്രമൊന്നും പറയില്ലടാ. കുടിച്ച കള്ളി കള്ളമൊന്നും പറയില്ലടാ. പിടിച്ചതല്ല പോലെ വാഴടാ.